ദൈനംദിന ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും ചെയ്യുന്നതിൽ ഇപ്പം ഞാനും എൻ്റെ ഭാര്യയും വിതുരയിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്, തിരുവനന്തപുരത്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഡെയിലി ഇവിടെ വരിക പോവുക, ഇതിൽ പെട്രോളിൻ്റെ ചിലവ് കൂടി, വണ്ടിയുടെ മെയിൻ്റനൻസ് ചാർജ് കൂടി, ഇതിലിങ്ങ് വരുമ്പോഴത്തേനും പോകുമ്പോഴത്തേനും ചാർജ് കൂടി. ഇതിൽ നമ്മൾ വാടകയ്ക്ക് വീടെടുത്ത് നമ്മളൊരു കുടുംബമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്നു. അവിടെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതകാര്യങ്ങൾ നോക്കണം, ഇവിടെയും നോക്കണം. ഈ രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും ഓരോ രാഷ്ട്രീയക്കാർ വരുമ്പോഴും, ഓരോ പാർട്ടി വരുമ്പോഴും, ഓരോ ഭരണം വരുമ്പോഴും ഇതെല്ലാം മാറും, അത് മാറും, ഇത് മാറുമെന്ന് പറഞ്ഞു. ഇപ്പം ഡെയിലി ഒന്നും ഇല്ലെങ്കിൽ ഒരു നിസ്സാര കാര്യത്തിൽ നമ്മൾ രാവിലെ, ഒരു സാധാരണക്കാരൻ രാവിലെ ചോറും കറിയും വെച്ച് കുട്ടികൾക്കോ നമ്മൾ ജോലിക്ക് പോകുന്നവരോ കൊണ്ടുപോകുമ്പോൾ മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ മുട്ടക്കറിയോ ചപ്പാത്തിയോ ഒക്കെ കൊണ്ടുപോകുമ്പോൾ ആ മുട്ടയ്ക്ക് വരെ വില കൂടി. ഇനി വണ്ടി ഓടിച്ചുകൊണ്ട് പോകാമെന്ന് വെച്ചാൽ ആ വണ്ടിയിൽ പെട്രോൾ അടിക്കണമെങ്കിൽ അതിന് വില കൂടി. ഇനി ഇതെല്ലാം പാചകം ചെയ്യണമെങ്കിൽ ഗ്യാസിനും വില കൂടി. ഇതൊന്നും കൂടാഞ്ഞിട്ട് നോർമലി ഒരു കുട്ടിക്ക്, എൻ്റെ ഇപ്പം പിള്ളേരായാൽ പോലും അവർക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കണം. ഒന്നുമില്ലെങ്കിൽ ഒരു പൊറോട്ട ഇറച്ചി അത് മേടിച്ചു കൊടുക്കണമെങ്കിൽ പോലും ഇപ്പോൾ ഇതിൻ്റെ വില വർധനവ് കാരണം റേറ്റുകൾ കൂടുകയാണ്. ഇപ്പോൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ട് നേരത്തെ നമ്മൾ 120 രൂപയ്ക്കും 140 രൂപയ്ക്കും ഓഫറിന് സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നിടത്ത് ഇന്ന് 250 രൂപയും 350 രൂപയുമായി സാധനങ്ങൾക്ക്. എൻ്റെ ഒരു സുഹൃത്ത് ചെറുതായിട്ടൊരു കഫേ ഷോപ്പ് തുടങ്ങി. ഇതിൽ ഇപ്പം ഇപ്പോൾ നിലവിലുള്ള സർക്കാർ പറഞ്ഞു 5 ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കാം അവർക്ക് സ്വന്തമായിട്ട് സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ ഈ 5 ലക്ഷം രൂപ വരെ ലോൺ കിടക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു ചെറിയൊരു കഫേ ഷോപ്പ് തുടങ്ങുന്നതിന് അവിടെ 5 ലക്ഷം രൂപ മുടക്കി പുള്ളിക്ക് വേസ്റ്റ് ഡിസ്പോസിബിൾ പ്ലാന്റ് ഉണ്ടാക്കണം. ആ അവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേവരെ അവൻ്റെ കമ്പനിക്ക് ആ വേസ്റ്റ് ഡിസ്പോസിബിൾ പ്ലാന്റ് ഇല്ലാത്തതുകൊണ്ട് ലൈസൻസ് പോലും കിട്ടിയിട്ടില്ല. പിന്നെ ഈ രീതിയിലൊക്കെ ഓരോരോ മോഹന വാഗ്ദാനങ്ങൾ മാത്രമാണ് ഓരോ സർക്കാരും, മാറി മാറി വരുന്ന സർക്കാരുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇപ്പോൾ ഒരു സാധാരണക്കാരന് തൊഴിൽ കിട്ടാൻ വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതല്ലാതെ പലയിടത്തും പല വാതിലുകളും മുട്ടുമ്പോഴും ഒരു കാര്യവും നടക്കാറില്ല. ഇന്നും പല രാഷ്ട്രീയക്കാരുടെയും പിന്തുണയോടുകൂടി പലരും അവരെ മെറിറ്റ് അനുസരിച്ചിട്ടില്ലാത്ത ജോലികളിൽ സ്ഥാനം ഉറപ്പിക്കാറുണ്ട്. ഇത് തുടങ്ങുന്നത് നമ്മുടെ കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ ചെല്ലുന്നിടത്ത് തൊട്ട് അവിടെ നിന്നൊരു പ്രൈവറ്റ് സ്കൂളിൽ ചേർക്കണമെങ്കിൽ അവിടെ ഫീസ് അധികമാണ്. ഇനി ഇതല്ലാതെ വിട്ടിട്ട് നമുക്കൊരു സർക്കാർ സ്കൂളിലോ മറ്റെവിടെങ്കിലോ കൊണ്ട് ചേർക്കണമെങ്കിൽ അതിന് പല രീതിയിലുള്ള കാര്യങ്ങളാണ് പോകുന്നത്. ഇന്ന് മെറിറ്റിന് എവിടെയും ഒരു കാര്യവും ആർക്കും ചോദിക്കാനുമില്ല, പറയാനുമില്ല. എവിടെയും എന്തിനും പൈസ അല്ലെങ്കിൽ സ്വാധീനം, ഇത് രണ്ടും മാത്രമാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പലരും പല രീതിയിലും ഇന്ന് തൊഴിലുകൾ തേടി പല രാജ്യങ്ങളിലും പോകുന്ന കണക്ക് പൊയ്ക്കൊണ്ടേയിരിക്കും. അതേ കണക്ക് വിദ്യാഭ്യാസവും കാശുള്ളവർ മാത്രം ചെയ്യും, അല്ലെങ്കിൽ അധികാരവും ബന്ധങ്ങളും ഉള്ളവർ മാത്രം നിലനിർത്തിക്കൊണ്ട് പോകും. സാധാരണക്കാരന് ഇന്നും എവിടെയും ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്.